ഹായ്, ഇറ്റ്സ് മീ ഫെമിന, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഫുഡ് അത്യാവശ്യമാണ്. ഒരു പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് ഫിസിക്കൽ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും ഇംപ്രൂവ് ചെയ്യും. ഓരോരുത്തരുടെയും ഫേവറേറ്റ് ഫുഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ബ്രെഡും സ്റ്റ്യൂവും, ചോറും മീൻകറിയും, ബിരിയാണി, അങ്ങനെ തുടങ്ങി ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടത് വ്യത്യസ്തമാണ്. ഇനി എപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത് പ്രശ്നമാവുന്നതെന്ന് നോക്കാം. ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. ഇത് നിങ്ങളുടെ ഫുഡുമായുള്ള റിലേഷൻഷിപ്പിനെ ചേഞ്ച് വരുത്തും. ഈറ്റിംഗ് ഡിസോർഡർ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, വെയിറ്റ് കൂടുമോ, സെൽഫ് ഇമേജ് പോകുമോ എന്ന് പേടിച്ചിട്ട് സ്വയം പട്ടിണി കിടക്കുന്നതാണ്. സെക്കൻഡ് വൺ, ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് ഫുഡ് കഴിച്ചതിന് ശേഷം ഇത് ബോഡിയിൽ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വോമിറ്റ് ചെയ്ത് കളയുകയോ ഓവർ എക്സസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൂസ് മോഷന് വേണ്ടിയുള്ള മെഡിക്കേഷൻസ് എടുക്കുകയോ ചെയ്യുക. ഇതും ഈറ്റിംഗ് ഡിസോർഡർ തന്നെയാണ്. തേർഡ് വൺ, നേരത്തെ പറഞ്ഞ പോലെ ചെറിയ സമയത്തിനുള്ളിൽ ഒരുപാട് ഫുഡ് കഴിച്ചു ശേഷം അതോർത്ത് കുറ്റബോധം തോന്നുകയോ ഡിപ്രഷൻ വരികയോ ആണെങ്കിൽ അതും ഈറ്റിംഗ് ഡിസോർഡർ ആണ്. ഇനി നിങ്ങൾക്ക് ഫുഡ് ഐറ്റംസ് അല്ലാത്ത ചോക്ക്, പെയിന്റ്, ചളി ഇതൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതും ഈറ്റിംഗ് ഡിസോർഡർ തന്നെയാണ്. ഈറ്റിംഗ് ഡിസോർഡറിലെ മറ്റൊരു ടൈപ്പാണ് നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാത്ത ഫുഡ് വിഴുങ്ങി അതിനുശേഷം അത് വായിലേക്ക് തന്നെ തിരിച്ചെടുത്ത് ചവയ്ക്കുകയാണെങ്കിൽ അതും ഈറ്റിംഗ് ഡിസോർഡർ ആണ്. വെയിറ്റ് കൂടാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ടൈപ്പ് ഫുഡ് മാത്രം കഴിക്കുകയാണെങ്കിൽ അതും ഈറ്റിംഗ് ഡിസോർഡർ തന്നെയാണ്. ഈറ്റിംഗ് ഡിസോർഡറിനുള്ള ട്രീറ്റ്മെന്റ്സ് ഇന്ന് അവൈലബിൾ ആണ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.